തുടരുന്നു ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന വിധം. നീ ഒരു തേങ്ങയും പേടിക്കണ്ടടാ എംപി. ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നിന്റെ റിപ്പോർട്ടുകൾ കോപ്പി താ. അമേരിക്കയിലോ ലണ്ടനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ഒപ്പീനിയൻ അയക്കാം. നീ ധൈര്യമായിരിക്കേ. ഇതാണ് ഡോക്ടർ അശോകൻ. ആകാശം ഇടിഞ്ഞ് തലയിൽ വീഴാൻ തുടങ്ങിയാലും അശോകൻ ഉടൻ ഒരു പരിഹാരം കണ്ടെത്തും. കാര്യങ്ങൾ നിസ്സാരമല്ലെങ്കിലും എല്ലാം നിസ്സാരമായി എടുക്കുന്ന ലളിതമായ നയമുള്ള ഒരു വ്യക്തി. ഒന്നും ചെയ്തില്ലെങ്കിലും ഒന്നും നടന്നില്ലെങ്കിലും അതിഗുരുതരാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു രോഗിക്ക് ഇതിനേക്കാൾ വിലയേറിയ ഒരു ആശ്വാസം വേറെ എന്താണുള്ളത്? 1986 മണ്ണുത്തി വെറ്റിനറി കോളേജിൽ വെച്ച് തുടങ്ങിയ സൗഹൃദമാണ്. അസുഖവിവരം പല സുഹൃത്തുക്കളെയും എന്ന പോലെ അശോകനെയും നേരിട്ട് വിളിച്ചറിയിച്ചിരുന്നില്ല. കാര്യങ്ങൾ ഇത്രമേൽ തിരിഞ്ഞുമറിഞ്ഞു വരുമെന്ന് മെഡിക്കൽ കോളേജിലേക്ക് ചെക്കപ്പിന് പോകുമ്പോഴൊന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ലല്ലോ. പഠിക്കുന്ന കാലം തൊട്ടേ എപ്പോഴും അശോകനെ വളരെ സന്തോഷവാനായി മാത്രമേ കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ. എത്ര വിഷമം പിടിച്ച പരീക്ഷകളോ മുഖാമുഖങ്ങളോ കഴിഞ്ഞിറങ്ങിയാലും അശോകൻ്റെ മുഖത്ത് സന്തോഷം തന്നെയായിരിക്കും. വിഷണ്ണരായി നിൽക്കുന്ന ഞങ്ങൾ കൂട്ടുകാർക്കിടയിലേക്ക് അശോകൻ എന്നും എപ്പോഴും വളരെ ഉത്സാഹവാനായിട്ട് തന്നെയായിരിക്കും വരിക. സൗഹൃദങ്ങൾ തുടങ്ങി വയ്ക്കുവാനും വളർത്തിയെടുക്കുവാനും വികസിപ്പിച്ചെടുക്കുവാനും വളരെ എളുപ്പമാണ്. എന്നാൽ അത് നിലനിർത്തി കൊണ്ടുപോവുക എന്നത് വളരെ വളരെ ശ്രമകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും സാധിക്കാറില്ല. ഇക്കാര്യത്തിൽ ഡോക്ടർ അശോകനെ സമ്മതിച്ചു കൊടുക്കുക തന്നെ വേണം. വെറ്റിനറി കോളേജിലെ സീനിയർ ബാച്ചിലെയും ജൂനിയർ ബാച്ചിലെയും പലരുമായും അശോകൻ ഇപ്പോഴും വളരെ നല്ല സൗഹൃദം തുടർന്നു പോകുന്നു. അതിന് സമയം കണ്ടെത്തുന്നു. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കറിയാം എംപി. ഞാൻ മറ്റുള്ളവരോട് ആലോചിച്ച് ഒരു കാര്യം തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. നീ അതിന് സമ്മതം തന്നാൽ മാത്രം മതി, അശോകൻ പറഞ്ഞു. എന്നെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിന് വേണ്ട അനൗപചാരിക കൂടിക്കാഴ്ചകൾ മറ്റു ഡോക്ടർമാരുമായി കഴിഞ്ഞിട്ടാണ് അശോകൻ വന്നിരിക്കുന്നത്. ഗംഗാധരൻ സാറിനോട് ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഏകദേശ ചെലവ് നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു. അഡ്മിറ്റാകുന്നതിന് മുൻപ് തന്നെ തടസ്സങ്ങൾ കൂടാതെ ചികിത്സയ്ക്ക് വേണ്ട പണം പലരിൽ നിന്നും കൈവായ്പയായി കിട്ടത്തക്ക സംവിധാനങ്ങളും ചെയ്തു വച്ചിരുന്നു. തൽക്കാല ആവശ്യങ്ങൾക്ക് വേണ്ട പണം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കൂടുതൽ വേണ്ടി വരുമ്പോൾ ഞാൻ അറിയിക്കാം. അപ്പോൾ സംഘടിപ്പിച്ച് തന്നാൽ മതി. എനിക്ക് നീട്ടിയ സഹായത്തിന് കേരളത്തിലെ മുഴുവൻ വെറ്റിനറി ഡോക്ടർമാരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ അശോകനോട് പറഞ്ഞു. ഉന്തി നിൽക്കുന്ന കവിളലുകൾ, കണ്ണുകൾക്ക് ചുറ്റും ഇരുൾ പരത്തിയ കറുപ്പുരാശി, നെറ്റിക്ക് ഇരുവശവും തെളിയാൻ തുടങ്ങിയ കപോലക്കുഴികൾ, ഒട്ടിയ കീഴ്ത്താടിക്ക് താഴെ ചുളുങ്ങി മടങ്ങി തൂങ്ങിക്കിടക്കുന്ന തൊലി, താടിരോമങ്ങൾ വളർന്ന് വിഷാദഛായ പടർത്തിയ മുഖഭാവം. എൻ്റെ കയ്യിൽ പിടിച്ച കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് 60 വയസ്സിന് മുകളിൽ പ്രായമായ ഒരാളുടെ രൂപം പോലെ തോന്നി എനിക്ക്. അയാൾ എനിക്ക് വളരെ അപരിചിതനായിരുന്നു. ഇന്നു രാവിലെ 2ാമത്തെ കീമോതെറാപ്പിക്ക് വിധേയനായി കഴിഞ്ഞിരുന്നു. രാത്രിയിൽ ഓക്കാനവും ഛർദിയുമൊക്കെയായി പഴയ സീനുകൾ ആവർത്തിക്കാതിരിക്കുകയില്ല. ഇപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നുണ്ട്. പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ലാത്തതിനാൽ ഗംഗാധരൻ സാർ വന്ന് പരിശോധിച്ചതിന് ശേഷം എന്നെ താൽക്കാലികമായി ഡിസ്ചാർജ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഇനി അടുത്ത ആഴ്ച 3ാമത്തെ കീമോതെറാപ്പിക്ക് വേണ്ടി തലേദിവസം വന്ന് അഡ്മിറ്റായാൽ മതി എന്ന് പറഞ്ഞു. മറ്റന്നാൾ ക്രിസ്തുമസ് ആണ്. വീട്ടിലേക്ക് പോകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചിരുന്നെങ്കിലും മാനസികമായി എനിക്ക് യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അസുഖം ഒരുവിധം ഭേദമാകുന്നതുവരെ മറ്റുള്ളവരിൽ നിന്നെല്ലാം അകന്ന് ഇവിടെ ഇങ്ങനെ കാണാമറയത്ത് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷമതകളും മറ്റുള്ളവർ നേരിൽ കണ്ട് വ്യസനിക്കുകയില്ലല്ലോ എന്നതായിരുന്നു ഇവിടെ കഴിയുമ്പോൾ എൻ്റെ ഏക ആശ്വാസം. അതുകൊണ്ട് തന്നെ വലിയേട്ടനോട് നമുക്ക് വീട്ടിൽ പോകാതെ ഈ ആശുപത്രി പരിസരത്ത് ഒരു വാടക വീടെടുത്ത് കൂടിയാലോ എന്നുപോലും ചോദിക്കുകയുണ്ടായി. ലേക്ക് ഷോർ ആശുപത്രിയുടെ പരിസരത്ത് ഒരുപാട് വാടക വീടുകളും ഫ്ലാറ്റുകളുമുണ്ട്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി വരുന്ന രോഗികളുടെ ബന്ധുക്കളായിരിക്കും ഈ വാടക വീടുകളിലെ മിക്കവാറും താമസക്കാർ. പക്ഷേ വലിയേട്ടൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് സങ്കടം. കലശലായ മുട്ടുവേദനയുള്ള ആളാണ്.
ഒരു ദിവസം പലതവണ മുകളിലേക്കും താഴേക്കുമായി പല കാര്യങ്ങൾക്കായി കയറി ഇറങ്ങണം. ലിഫ്റ്റുകളുണ്ടെങ്കിലും എപ്പോഴും ലിഫ്റ്റിൽ തിരക്കായിരിക്കും. കൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് അതത് ദിവസത്തെ വസ്ത്രങ്ങൾ വല്യേട്ടൻ തന്നെ കഴുകിയിടുകയാണ് പതിവ്. കുറച്ച് ദിവസങ്ങൾ വീട്ടിൽ പോയി നിൽക്കാൻ സാധിച്ചാൽ അത് വല്യേട്ടനെ വളരെ ആശ്വാസമായിരിക്കുകയും ചെയ്യും. പാവം, ശരിക്കും ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളായിരിക്കുന്നു. എന്തായാലും പോവുക തന്നെ. അല്ലെങ്കിലും എത്ര ദിവസം ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കും? എല്ലാ ദുരിതങ്ങളും സ്വയം ഏറ്റുവാങ്ങുന്നതിനുള്ള മനക്കരുത്ത് ഈ ചുരുങ്ങിയ ദിവസങ്ങളിലൂടെ ഞാൻ നേടിക്കഴിഞ്ഞല്ലോ. കീമോതെറാപ്പി കഴിഞ്ഞ അന്ന് തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തെങ്കിലും അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചില്ല. രാത്രിയിൽ എന്തായാലും ഛർദിയും ഓക്കാനവുമൊക്കെ ഉണ്ടാകാം. വീട്ടിലെത്തിയ ദിവസം തന്നെ വീട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി യാത്ര പിറ്റേ ദിവസം രാവിലേക്ക് മാറ്റിവെക്കുകയാണുണ്ടായത്. അതിരാവിലെ പുറപ്പെടുവാനായി വല്യേട്ടൻ ആശുപത്രിക്ക് മുമ്പിലുള്ള ഒരു ടാക്സി കാർ ഏർപ്പാടാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ പോകുന്നതിന് മുൻപ് ഒന്ന് താടി വടിക്കണം, മുഖത്തെ ക്ഷീണഭാവത്തിന് കുറച്ച് ആശ്വാസം തോന്നും, വല്യേട്ടൻ പറഞ്ഞു. അന്ന് സന്ധ്യയ്ക്ക് വല്യേട്ടൻ ആശുപത്രി കവാടത്തിന് പുറത്തുള്ള ഒരു കടയിൽ പോയി ഒരു ചെറിയ കണ്ണാടിയും കത്രികയും ഒരു റേസറും വാങ്ങി വന്നു. വാഷ് ബേസിനരികിൽ താങ്ങിപ്പിടിച്ചിരുത്തിയ കസേരയിലിരുന്ന് ഷേവ് ചെയ്യുന്നതിനായി കണ്ണാടി കയ്യിലെടുത്ത് എൻ്റെ മുഖമൊന്ന് നോക്കിയതാണ് ഞാൻ. കൊച്ചിയിലെ ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ വന്നിട്ട് ഇന്നേക്ക് 15 ദിവസങ്ങളായെങ്കിലും ഇന്നുവരെ ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ടില്ലായിരുന്നു. വികൃതമായി വളർന്നു നിൽക്കുന്നുണ്ടായിരുന്ന താടി രോമങ്ങളെല്ലാം തന്നെ ഞാൻ പെട്ടെന്ന് ഷേവ് ചെയ്തു മാറ്റി. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുന്നിൽ പരമാവധി സന്തോഷവാനായി അഭിനയിക്കാനുള്ളതല്ലേ. പോകുവാനുള്ള വണ്ടി ആശുപത്രിക്ക് താഴെ വന്നു നിന്നു. അണുബാധ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഞാൻ മുഖത്ത് ഇളം പച്ചനിറത്തിലുള്ള പുതിയ മാസ്ക് എടുത്തു കെട്ടി. അറ്റൻഡർ കൊണ്ടുവന്ന വീൽചെയറിൽ വല്യേട്ടൻ്റെയും സുരേഷിൻ്റെയും സഹായത്തോടെ കയറിയിരുന്നു. ലിഫ്റ്റിൽ താഴെ ഇറങ്ങി കാറിനടുത്ത് വരെ വീൽചെയറിൽ ചെന്നു. പക്ഷേ വീൽചെയറിൽ നിന്ന് എണീറ്റ് കാറിലേക്ക് കയറുവാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കഴിയുന്നില്ല. എനിക്ക് എൻ്റെ കാലുകളെ ഉയർത്തി കാറിലേക്ക് സ്വയം എടുത്തു വയ്ക്കാൻ കഴിയുമായിരുന്നില്ല. അവസാനം സുരേഷ് എൻ്റെ കാലുകൾ പൊക്കി കാറിലേക്ക് എടുത്തു വച്ചു. എപ്പോഴും ഒരുപാട് സംസാരിച്ചു കൊണ്ടിരുന്ന ആളാണെങ്കിലും യാത്രയിൽ സുരേഷ് മിക്കവാറും നിശബ്ദനായിരുന്നു. വളരെ വിഷണ്ണനായി പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സുരേഷിൻ്റെ തുടയിൽ തട്ടി ഞാൻ ചോദിച്ചു, നിന്റെ ധൈര്യവും ആവേശമൊക്കെ എവിടെ പോയി? സുരേഷ് തലകുലുക്കി ദീർഘമായി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഒരു കാലഘട്ടം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. എൻ്റെ വിഷമങ്ങളും സങ്കടവുമെല്ലാം ആ ചിരിയിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയായി. അത് വളരെ ഭംഗിയുള്ള ഒന്നായിരുന്നു. കടുനീലയിൽ വെള്ളയും കറുപ്പും അക്ഷരങ്ങളോടും ചെറിയ ചെറിയ വരകളോടും കൂടിയത്. അത്രയും വലുത് എനിക്ക് വേണ്ടി വാങ്ങേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും ആരെങ്കിലും വിചാരിക്കുമോ? അല്ലെങ്കിലും അത് അങ്ങനെയാണല്ലോ. അത് നിതിൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. നിതിൻ വല്യേട്ടൻ്റെ ഇളയ മകനാണ്. ബാംഗ്ലൂരിൽ നിന്ന് MCA കഴിഞ്ഞ നിതിൻ ഒരു സ്വകാര്യ സ്കൂളിൽ അധ്യാപകനായി താൽക്കാലിക ജോലി നോക്കി വരികയാണ്. വല്യേട്ടന് അത്യാവശ്യ കാര്യങ്ങൾക്കായി നാട്ടിൽ പോകേണ്ടി വരുമ്പോൾ പല ദിവസങ്ങളിലും നിതിൻ എനിക്ക് കൂട്ടുവന്ന് നിൽക്കാറുണ്ടായിരുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് വെളുത്ത ഒരു സ്പോഞ്ച് ചെരുപ്പ് വല്യേട്ടൻ വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. എന്നാൽ കിഡ്നികളുടെ പ്രവർത്തനം തകരാറിലായപ്പോൾ ശരീരത്തിലെ ജലചംക്രമണ വ്യൂഹം താളം തെറ്റിയപ്പോൾ 2 കാലുകളും നീരുവെച്ച് കനക്കാൻ തുടങ്ങി. നീരുവെച്ച് പാദങ്ങൾ അവിശ്വസനീയമായ രീതിയിൽ വീർത്തു വലുതായി. അങ്ങനെയാണ് നിതിൻ വന്നപ്പോൾ പാദങ്ങളുടെ ഇപ്പോഴത്തെ വലുപ്പത്തിന് പോരാകുകയാണെങ്കിലും കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ കടുന്നീലയിൽ കറുപ്പും വെളുപ്പും പ്രിൻ്റോടുകൂടിയ ഈ ചെരുപ്പുകൾ വാങ്ങിക്കൊണ്ടുവന്നത്. ഞാൻ കാലുകൾ കൊണ്ട് പതുക്കെ താഴെ പരതി നോക്കി. ഭാഗ്യം, അതവിടെ തന്നെയുണ്ട്. കാറിൽ കയറുന്നതിന് മുമ്പായി വല്യേട്ടൻ അതെടുത്ത് കാറിൻ്റെ പിൻസീറ്റിൽ ഞാൻ ഇരിക്കുന്നതിന് താഴെയായി എടുത്തു വെച്ചിട്ടുണ്ടാകണം. ഞാൻ പതുക്കെ കാലുകൾ ചെരുപ്പിനകത്തേക്ക് കയറ്റുവാൻ ശ്രമിച്ചു നോക്കി. നീരുവെച്ച് കനം തൂങ്ങിയ പാദങ്ങളിലേക്ക് ചെരുപ്പുകൾ കയറ്റുക അത്ര എളുപ്പമായിരുന്നില്ല. മുന്നിലേക്ക് ആഞ്ഞു കുമ്പിട്ട് വാറുകൾ കൈത്തണ്ട കൊണ്ടകത്തി ചെരുപ്പുകളെ ഞാൻ ഒരു കണക്കിന് പാദങ്ങളിലേക്ക് വലിച്ചു കയറ്റി.
ഇളംപച്ച മാസ്ക് കൊണ്ട് വായയും മൂക്കും മറച്ചിരുന്നുവെങ്കിലും നാസാരന്ധ്രങ്ങൾ ആ ഗന്ധം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഏതു നാട്ടിലായാലും മനസ്സിനെ മതിക്കുന്ന, മോഹിപ്പിക്കുന്ന, ഗൃഹാതരത്വമുണർത്തുന്ന ഒരു ഓർമ്മ മതി ആ ഗന്ധം കാലദേശങ്ങൾ കടന്ന് അരികിലൊഴുകി എത്താൻ. എത്ര കാലം കഴിഞ്ഞാലും എത്ര അകലെ ആയിരുന്നാലും ഒരിക്കലും അന്യമാകാത്ത ആ ഗന്ധം, സ്വന്തം നാടിൻ്റെ സുഗന്ധം. ഞാൻ പുറത്തേക്ക് നോക്കി. ചീരാച്ചി വളവ് കഴിഞ്ഞ് കാറ് ചിയാരം റോഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. മഞ്ജുഷ തലേ ദിവസം തന്നെ വീടും പരിസരവുമെല്ലാം അടിച്ചു വെടുപ്പാക്കി കാണും. കിടപ്പുമുറിയുടെ വാതിലുകളും ജനലുകളുമെല്ലാം പൊടി തട്ടി തുടച്ച് വൃത്തിയാക്കി കാണും. ടോയ്ലറ്റ് അണുനാശകലായനികൾ ഉപയോഗിച്ച് കഴുകി അണുവിമുക്തമാക്കി കാണും. തലേ ദിവസം വല്യേട്ടൻ അവളെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നത് കേട്ടിരുന്നു. നാളെയാണ് ക്രിസ്മസ്. ക്രിസ്മസിന് ദിവസങ്ങൾ മുൻപ് തന്നെ വർണ്ണനക്ഷത്രങ്ങൾ തൂക്കി ക്രിസ്മസിനെ ഞങ്ങൾ എതിരേൽക്കാൻ തയ്യാറാവാറുള്ളതാണ്. കേക്കും ചിക്കനും വൈനുമൊക്കെയായി ക്രിസ്തുമസ് ഭംഗിയായി ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. വീടുപണി മുഴുവൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇക്കുറി പുതിയ വീടിൻ്റെ മുറ്റത്ത് പുൽക്കൂട് ഒരുക്കണമെന്നും ഉണ്ണിയേശുവിൻ്റെയും ആട്ടിൻകുട്ടികളുടെയും ഇടയന്മാരുടെയും മാലാഖമാരുടെയും മറ്റും ചെറിയ ചെറിയ മൺരൂപങ്ങൾ വാങ്ങി പുൽക്കൂട് അലങ്കരിക്കണമെന്ന് ഞാനും മകനും നേരത്തെ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ ഇനി എന്തു ചെയ്യാനാണ്? സ്വയം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ. കീമോതെറാപ്പി കഴിഞ്ഞ ദിവസങ്ങളായതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി തീരെ കുറവായിരിക്കും. അണുബാധ സാധ്യത കൂടുതലായതിനാൽ മറ്റുള്ളവരുമായി അടുത്തിടപഴകാതെ അടച്ചിട്ട മുറിയിൽ അകന്നു കഴിയുകയും വേണം. കൊച്ചു കുട്ടിയാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ മകന് മനസ്സിലാകുമായിരുന്നു. അല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. വളരെ ചെറിയ പ്രായത്തിൽ പോലും യാതൊരുവിധ കാര്യസാധ്യത്തിനു വേണ്ടിയും അവൻ വാശി പിടിക്കുകയോ ശാഠ്യം പിടിച്ച് കരയുകയോ ഉണ്ടായിട്ടില്ല. പൂരങ്ങളോ വേലകളോ പ്രദർശനങ്ങളോ കാണാൻ പോയാൽ പോലും കളിപ്പാട്ടങ്ങളോ മറ്റു സാധനങ്ങളോ വാങ്ങിത്തരണമെന്ന് അവൻ ആവശ്യപ്പെടാറില്ല. അത്തരം അവസരങ്ങളിൽ അവൻ്റെ അഭിരുചിക്കനുസരിച്ച് ഏതെങ്കിലും കളിപ്പാട്ടങ്ങൾ അവനോട് തന്നെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾ നിർബന്ധിക്കുകയാണ് പതിവ്. വലിയ കളിപ്പാട്ടങ്ങൾക്കിടയിൽ നിന്ന് ചെറിയ കൈപ്പിടിയിലൊതുങ്ങുന്ന കൊച്ചു കാറുകളോ ലോറികളോ ബൈക്കുകളോ അങ്ങനെ എന്തെങ്കിലും വാഹനങ്ങളുടെ ചെറുരൂപങ്ങളായിരിക്കും അവൻ തിരഞ്ഞെടുക്കുക. എനിക്ക് കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുൻപിൽ അഭിനയിച്ച് ഫലിപ്പിക്കണം. മനസ്സിൽ തയ്യാറെടുപ്പോടെ ഞാൻ ഇരുന്നെങ്കിലും ശരീരം വഴങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിപ്പോയല്ലോ. 10-65 കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഞാൻ 42 കിലോയിൽ നിന്ന് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ വരുന്നതും കാത്ത് ആകാംക്ഷയോടെ നിന്നിരുന്നവരുടെ മുന്നിലേക്ക് കാർ ഇരമ്പിക്കരഞ്ഞ് നിശബ്ദമായി ചെന്നു നിന്നു. വാഹനത്തിനകത്ത് ചേതന നശിച്ച മൃതപ്രായമായ ശരീരം നാലാൾ താങ്ങി നടുത്തളത്തിലേക്ക് എടുക്കുന്നതും കാത്തിരിക്കുന്നത് പോലെ സ്വയം ഇറങ്ങാൻ പറ്റാതെ ഞാൻ വിഷമിച്ചിരുന്നു. ഭാര്യ, മകൻ, അമ്മ, ചേട്ടത്തിമാർ എല്ലാവരും വീടിൻ്റെ പൂമുഖത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സുരേഷിൻ്റെയും വല്യേട്ടൻ്റെയും സഹായത്തോടെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ പതുക്കെ അവരുടെ തോളിൽ താങ്ങി ഇടറിയ കാൽവെപ്പുകളോടെ വീടിനടുത്തേക്ക് നടന്നു. എല്ലാവരെയും നോക്കി ഞാൻ പുഞ്ചിരിക്കുവാൻ ശ്രമിച്ചു. മുഖത്ത് പുഞ്ചിരി വന്നുവോ? മുഖത്ത് സന്തോഷം വരുത്തുവാൻ ശ്രമിച്ചെങ്കിലും എൻ്റെ നോട്ടം വല്ലാത്ത ദൈന്യതയോടെ, വല്ലാത്ത നിസ്സഹായതയോടെയായി പോയോ? യഥാർത്ഥ ജീവിതത്തിൽ റീടേക്കില്ല. ഒരിക്കൽ പ്രിയാനന്ദൻ പറഞ്ഞത് ഞാൻ അറിയാതെ ഓർത്തുപോയി.